+2 കഴിഞ്ഞ് ഒരു നേഴ്സ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് പലരും. എന്നാൽ നമ്മൾ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് പോകുന്നത് കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ ഉള്ള കോളേജുകളിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നഴ്സിംഗിന്റെ അഡ്മിഷൻ ചെയ്യുന്നത് LBS ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടറിലാണ്. അപ്പോൾ ഇതിൽ കേരളത്തിൽ ഒരു അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% മുകളിൽ നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പല കുട്ടികളും കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ ഉള്ള സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് പോകുന്നത്. ഞാൻ നോക്കിയ സമയത്ത് കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ ഉള്ള പല കോളേജുകളിലും INC പറയുന്നത് പോലെ ക്ലിനിക്കൽസോ കാര്യങ്ങളോ ഒന്നും കിട്ടണില്ല. ഇനിയിപ്പോൾ അബ്രോഡ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മൈൻഡിൽ വരുന്നത് കാനഡയും അതേപോലെ തന്നെ UK ഒക്കെയാണ്. അവിടെയൊക്കെ ഒരു വർഷത്തേക്ക് 15 ലക്ഷവും 20 ലക്ഷം രൂപയൊക്കെ ഫീസ് വരുന്നത്. അപ്പൊ ഈ ഫീസ് അഫോർഡ് ചെയ്യാനും പറ്റൂല. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതുപോലുള്ള ഹ്യൂജ് ഫീസ് അല്ലാതെ കുറഞ്ഞ ഫീസിൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ കൺട്രിയിൽ നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ബൾഗേറിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ച്. നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളുടെ ആഗ്രഹമാണ് നഴ്സിംഗ് പഠിച്ചതിന് ശേഷം നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി വേണം, നല്ലൊരു സാലറി വേണം, നല്ലൊരു ലിവിംഗ് സ്റ്റൈൽ വേണം, വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ളതൊക്കെ. അപ്പൊ ഈ സമയത്താണ് ശരിക്കും യൂറോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കുട്ടികളുടെ മൈൻഡിലേക്ക് വരുന്നത്. കാരണം യൂറോപ്പിലാകുന്ന സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ കൂടെ പഠിക്കാനും പറ്റും. ഈ സമയത്ത് യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ജർമ്മനി, ഇറ്റലി പോലുള്ള രാജ്യങ്ങളൊക്കെ. പക്ഷേ ഈ രാജ്യങ്ങളിലൊക്കെ നമുക്ക് നഴ്സിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഗവൺമെന്റ് കോളേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തത് ജർമ്മൻ ലാംഗ്വേജ് വേണം, അല്ലെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് വേണം. അതല്ല പ്രൈവറ്റ് കോളേജ് പഠിക്കണമെങ്കിൽ UK പോലെ തന്നെ 10-15 ലക്ഷം രൂപ ഫീസും ഉണ്ട്. ഇവിടെയാണ് ബൾഗേറിയയുള്ള സോഫിയയുള്ള പോലുള്ള യൂണിവേഴ്സിറ്റികൾ മെയിൻ ആയിട്ട് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ഫീസിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സോഫിയയിൽ പഠിക്കാൻ പറ്റും, പാർട്ട് ടൈം ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം ചെയ്തുകൊണ്ട് നമ്മൾ ലിവിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സോഫിയയുള്ള നഴ്സിംഗിന്റെ ഫീസ് എത്രയാണ്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, പാർട്ട് ടൈം എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അതുപോലെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഏതെങ്കിലും കുട്ടികൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കുന്നതും യൂറോപ്പിൽ നഴ്സിംഗ് പഠിക്കുന്നതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് കമ്പാരിസൺ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആദ്യം ഒന്ന് കണ്ടുനോക്കുന്നത് നല്ലതാണ്. സോഫിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൾഗേറിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഇപ്പോൾ ബൾഗേറിയയിൽ സോഫിയയിലല്ലാതെ പ്ലവനിലും പ്ലോഡിവിലും ഒക്കെ നഴ്സിംഗ് ഉണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സിറ്റികളെല്ലാം ബൾഗേറിയയിലെ ചെറിയ ചെറിയ റിമോട്ട് സിറ്റികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചിട്ട് ഇവിടെയൊക്കെ പാർട്ട് ടൈം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഇപ്പോൾ പ്ലവനിലൊന്നും അങ്ങനെയുള്ള പാർട്ട് ടൈമേ നമുക്ക് കിട്ടൂല. ആ സമയത്താണ് കുട്ടികളെല്ലാവരും ക്യാപിറ്റൽ സിറ്റിയുള്ള സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ആകുന്ന സമയത്ത് അത്യാവശ്യം പാർട്ട് ടൈമും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാനുണ്ട്. 1917 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് സോഫിയ യൂണിവേഴ്സിറ്റി. 1950 സോഫിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് അവർ മാറ്റി. ഇവിടെ ശരിക്ക് നഴ്സിംഗ് മാത്രമല്ല, മെഡിസിൻ, ഡെന്റിസ്ട്രി, ഫാർമസി, ഫിസിയോതെറാപ്പി ഇതുപോലുള്ള പല കോഴ്സുകളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ പ്രധാനമായിട്ടും കുട്ടികൾ സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് മലയാളികൾ അവിടെ പഠിച്ച് പാസ്സായി ഗ്രാജുവേറ്റ് ആയി ബൾഗേറിയയിലും മറ്റു പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. 80ഓളം രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 10,000 കണക്കിന് കുട്ടികൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പല കോഴ്സുകളിലായിട്ട് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഡെയിലി ലൈഫും അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ സോഫിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിന്ന് പറയാൻ പോകുന്നത് സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചിട്ടാണ്. സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ BSc നഴ്സിംഗ് കോഴ്സാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് BSc ഉണ്ട്, അതേപോലെ തന്നെ ANM ഉണ്ട്, GNM ഉണ്ട്, ഇങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ഹോസ് ബിൽഡിംഗ് കോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ BSc നഴ്സിംഗ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് നഴ്സിംഗ് കോഴ്സ് ഉണ്ട്. എന്നാൽ ബൾഗേറിയയിൽ ശരിക്കും BSc നഴ്സിംഗ് ആണുള്ളത്. അതായത് BSc നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സാണ് ബൾഗേറിയയിൽ. അതായത് 8 സെമസ്റ്ററുകളായിട്ട് അവസാനത്തെ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ കംപ്ലീറ്റ്ലി ഇന്റേൺഷിപ്പ് ആണ്. സോഫിയ യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗിന്റെ ക്ലാസ്സുകൾ നടക്കുന്നത് പിരോഗോ ഹോസ്പിറ്റൽ ബിൽഡിംഗിലാണ്. അങ്ങോട്ടേക്ക് പോകാൻ സാധാരണ ബസ്സാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് മെട്രോ ഇല്ലാത്തതുകൊണ്ട് തന്നെ 1 മുതൽ 9 വരെ നമ്പറിലുള്ള ഏത് ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാറുണ്ട്. സോഫിയയിലെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടും ബസ്സിനെ കുറിച്ചിട്ടും മെട്രോനെ കുറിച്ചിട്ടും ട്രാമിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്ഷനിൽ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ സോഫിയയിലെ നഴ്സിംഗ് എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോളോ ചെയ്യുന്നത് ECTS സിസ്റ്റം ആണ് എന്നുള്ളതാണ്. ECTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്കുമുലേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. 2000-2001 കാലഘട്ടത്തിലാണ് ECTS സിസ്റ്റം സോഫിയ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ECTS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും ഒരു ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ അനാട്ടമി എടുക്കുകയാണെങ്കിൽ അനാട്ടമിക്ക് 10 ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കാം, ഫിസിയോളജിക്ക് 5 ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാകുന്ന സമയത്ത് അനാട്ടമി എന്ന് പറഞ്ഞ സബ്ജക്ട് നമ്മൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ 10 ക്രെഡിറ്റ് കിട്ടും. അതായത് നമുക്ക് കുറഞ്ഞ മാർക്കിൽ പാസ്സായാലും ശരി, ഫുൾ മാർക്കിൽ പാസ്സായാലും ശരി, 10 ക്രെഡിറ്റ് തന്നെ കിട്ടുള്ളൂ. അതായത് മാർക്കിനനുസരിച്ച് കൂടുകയും കുറയും ചെയ്യുന്നില്ല. ആ സബ്ജക്ട് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ക്രെഡിറ്റ് കിട്ടും. ഫിസിയോളജി പാസ്സായി കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് എത്രയാണോ 5 ആണെങ്കിൽ 5 നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു സെമസ്റ്ററിനേക്ക് ഏകദേശം 30 ക്രെഡിറ്റും ഒരു ഇയറിനേക്ക് 60 ക്രെഡിറ്റുമാണ് ഉണ്ടാവും. അതായത് 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് 240 ക്രെഡിറ്റ് ആണ്. അതായത് ഇതുപോലെ ഓരോ സബ്ജക്റ്റിനും ഓരോ വെയിറ്റേജ് ഉണ്ടാവും. അതായത് അനാട്ടമിക്ക്
10, ഫിസിയോളജിക്ക് 5, ബയോ കെമിസ്ട്രിക്ക് 5 ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു സെമസ്റ്ററിൽ നമുക്ക് എന്താ വെച്ചാൽ 30 ക്രെഡിറ്റുകൾ ആഡ് ചെയ്തിട്ട് അത്രയും സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരും. ഒരു ഇയറിന് 60 ക്രെഡിറ്റുകൾ എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെയാണ് ഒരു ഇയറിൽ എത്ര സബ്ജക്റ്റുകളാണ്, എത്ര വർക്ക് ലോഡ് കുട്ടികൾ പഠിക്കാനുണ്ട് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. ശരിക്കും യൂറോപ്യൻ യൂണിയന്റെ റിക്വയർമെന്റ് പ്രകാരം നമുക്ക് നഴ്സിംഗ് യൂറോപ്പിൽ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ 3 to 4 വർഷത്തെ കോഴ്സ് ആയിരിക്കണം. അതായത് 150 to 240 ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബൾഗേറിയ ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴ്സാണ്. കാരണം 4 വർഷത്തെ 240 ക്രെഡിറ്റോട് കൂടിയിട്ടുള്ള കോഴ്സാണ്. ECTSന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വരുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നിരിക്കാം. ഒരു സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സെക്കൻഡ് ഇയർ വരെ പഠിച്ച സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, ആ സബ്ജക്റ്റുകൾ യൂറോപ്പിലുള്ള യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യും. അതായത് യൂറോപ്പിൽ സെക്കൻഡ് ഇയർ വരെ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ടോ ആ സബ്ജക്റ്റുകളൊക്കെ ഇന്ത്യയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ സെക്കൻഡ് ഇയർ വരെ എന്നുള്ളത് നോക്കും. അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ആ സബ്ജക്റ്റുകൾ നമ്മൾ ഒരു സെമസ്റ്റർ ഇരുന്ന് പഠിക്കേണ്ടി വരും. എന്നിട്ടാണ് നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പറ്റുക. ഈ സമയത്താണ് നമുക്ക് ECTS സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് വരുന്നത്. കാരണം യൂറോപ്പിൽ നമ്മൾ ബൾഗേറിയയിൽ ECTS പഠിക്കുന്നതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിൽ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഏത് രാജ്യത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വലൻസി, അതായത് ഇതിന് ഇക്വലൻസി എന്ന് പറയാം, ഇത് വളരെ എളുപ്പമായിരിക്കും. അതേസമയത്ത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ഇക്വലൻസി പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഒരു സെമസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇയർ കുട്ടികൾ ബാക്ക് ഇരിക്കേണ്ടി വരും എന്നുള്ള കാര്യമുണ്ട്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്താണ്. അതായത് നമ്മളിപ്പം നഴ്സിംഗ് കഴിഞ്ഞ് MSc നഴ്സിംഗിന് നമ്മൾ യൂറോപ്പിലെ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ഇക്വിറ്റിയും, അതായത് നമ്മൾ ഡിഗ്രിക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്, എത്ര ക്ലിനിക്കൽ ക്ലോക്ക് അവേഴ്സ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കും. അപ്പോൾ അത് യൂറോപ്പിലുള്ള ആ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠിപ്പിക്കുന്നതിന്റെ അത്രയും കവർ ചെയ്തിട്ടുണ്ടോ നോക്കും. ഏതെങ്കിലും കുറവുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ECTS സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഇക്വലൻസി വളരെ എളുപ്പമാണെന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി അടുത്തൊരു ബെനിഫിറ്റ് വരുന്നത് നമ്മൾ ജോബിന് പോകുന്ന സമയത്താണ്. ഇപ്പോൾ നമ്മൾ ബൾഗേറിയയിൽ പഠിച്ചിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ പോകാന്നിരിക്കാം. അപ്പോൾ ആ സമയത്ത് ജർമ്മനിയിലുള്ള നഴ്സിംഗ് കോഴ്സും ബൾഗേറിയയിലുള്ള നഴ്സിംഗ് കോഴ്സ് ഇക്വേറ്റ് ചെയ്യും. ജർമ്മനിയിൽ നഴ്സിംഗിന് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ബൾഗേറിയയിൽ കവർ ചെയ്തിട്ടുണ്ടോ നോക്കും. അപ്പോൾ ജർമ്മനിയിലും ECTS ആണ്, ബൾഗേറിയയിലും ECTS ആണ്. അതുകൊണ്ട് ഈ ഒരു ഇക്വലൻസി എളുപ്പമാണ്. അതേസമയത്ത് ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന നഴ്സിംഗ് കോഴ്സും അതുപോലെ തന്നെ ജർമ്മനിയിൽ പഠിക്കുന്ന നഴ്സിംഗ് കോഴ്സും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ പഠിക്കാത്ത സബ്ജക്റ്റുകൾ ജർമ്മനിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാമുകളോ അല്ലെങ്കിൽ ഓറൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിൽ നഴ്സിംഗിന് പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ സെമസ്റ്ററിൽ നമുക്ക് ശരിക്കും ഇൻട്രൊഡക്ഷൻ ടു നഴ്സിംഗും പ്രാക്ടിക്കൽ ബേസിസ് ഓഫ് നഴ്സിംഗ് കെയർ, അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, മെഡിക്കൽ എത്തിക്സ്, ലാറ്റിൻ വിത്ത് മെഡിക്കൽ ടേംസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് നഴ്സിംഗ് കെയർ, മൈക്രോബയോളജി, ഫാർമക്കോളജി, പാരസൈറ്റോളജി, വൈറോളജി, ഇന്റേണൽ ഡിസീസസ്, ഹെൽത്ത് പ്രൊമോഷൻ, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും. അതായത് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്ററിൽ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു സ്പോട്ട് എടുത്ത് നമ്മൾ ആ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും സർജിക്കൽ ഡിസീസുള്ള പേഷ്യൻസിന്റെ നഴ്സിംഗ് കെയർ, അതുപോലെ തന്നെ പീഡിയാട്രിക് നഴ്സിംഗ്, നഴ്സിംഗ് ഫോർ ഇന്റൻസീവ് കെയർ, ഇമേജ് ഡയഗ്നോസിസ്, ഹൈജീൻ ആൻഡ് എക്കോളജി, ഇന്റേണൽ ഡിസീസസ്, ഡാറ്റോ തെറാപ്പി, ജെറിയാറ്റിക്സ്, സർജറി, അനസ്തേഷ്യോളജി, പീഡിയാട്രിക്സ് ആൻഡ് നിയോനാറ്റോളജി ഇങ്ങനെ തുടങ്ങിയ സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. ഇനി ഫോർത്ത് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ന്യൂ ബോൺ ബേബീസിന്റെയും യങ് മദേഴ്സിന്റെയും നഴ്സിംഗ് കെയർ, നഴ്സിംഗ് ഫോർ ENT ഡിസീസസ്, നഴ്സിംഗ് ഫോർ പേഷ്യൻസ് വിത്ത് ഇൻഫെക്ഷൻസ് ഡിസീസസ്, സർജറി, ഇൻഫെക്ഷസ് ഡിസീസസ് ആൻഡ് എപ്പിഡമിയോളജി, ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ചിൽഡ്രൻ പെഡഗോഗി ആൻഡ് ചിൽഡ്രൻ സൈക്കോളജി പോലുള്ള സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ന്യൂറോളജിക്കൽ ഡിസീസ് ഉള്ള പേഷ്യൻസിന്റെ നഴ്സിംഗ്, പാലിയേറ്റീവ് നഴ്സിംഗ്, അതേപോലെ ഡിസബിലിറ്റീസ് ഉള്ള ചിൽഡ്രൻസിന്റെയും അഡൾട്ടിന്റെയും നഴ്സിംഗ്, മെഡിക്കൽ ഡിവൈസസ് ഇൻ നഴ്സിംഗ്, മെഡിക്കൽ ജനറ്റിക്സ്, ക്ലിനിക്കൽ ലബോറട്ടറി, ബയോകെമിസ്ട്രി ആൻഡ് ഇമ്മ്യൂണോളജി, നെർവസ് ഡിസീസസ് ആൻഡ് സൈക്കാട്രി, ഐ ഡിസീസസ്, ENT ഡിസീസസ്, സ്കിൻ ആൻഡ് വെനറിയൽ ഡിസീസസ്, സോഷ്യൽ ആൻഡ് ഹെൽത്ത് ലോ, സോഷ്യൽ മെഡിസിൻ, ആർട്ട് തെറാപ്പി പോലുള്ള സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. ഇനി സിക്സ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഫിസിക്കൽ തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ ജെറിയാട്രിക്സ്, പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡ് ഓഫ് ട്രെയിനിങ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, അൾട്ടർനേറ്റീവ് മെഡിസിൻ, കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനിങ് ഇങ്ങനെ തുടങ്ങിയ സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. ഇനി 7th and 8th സെമസ്റ്റർ കംപ്ലീറ്റ്ലി പ്രീ ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പ് ആണ്. അതായത് ആ ഒരു 1 ഇയർ ഫുള്ള് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് പോസ്റ്റിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ഫുള്ളി ക്ലിനിക്കൽ പോസ്റ്റിംഗും അതുപോലെ തന്നെ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പും ആയിരിക്കും. ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്ക് നഴ്സിംഗിന് സോഫിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അറ്റൻഡൻസ് നോക്കുന്ന സമയത്ത് തിയറിക്ക് 2 to 3 ലീവുകൾ മാത്രമേ മാക്സിമം ഒരു സബ്ജക്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ സോഫിയ യൂണിവേഴ്സിറ്റിന്റെ ക്ലിനിക്കൽസ് നോക്കുന്ന സമയത്ത് യൂറോപ്പിൽ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് പലരും വിചാരിക്കുന്നത് നമുക്ക് അവിടെ ക്ലിനിക്കൽസ് ഒന്നും ഉണ്ടാവില്ല, പേഷ്യൻസിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ രീതിയിലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ ഡയറക്റ്റീവ് പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള സിലബസ് ആണ് ഈ സോഫിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞേക്കുന്ന ക്ലിനിക്കൽ പ്രൊസീജിയർ മുഴുവൻ A to Z കാര്യങ്ങൾ നമ്മൾ പേഷ്യൻസിന്റെ മുകളിൽ തന്നെ പേഷ്യൻസിന്റെ മേത്ത് തന്നെ ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഓരോ പ്രൊസീജിയറും നമ്മൾ പഠിച്ച് പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ടാണ് നഴ്സുമാരായിട്ട്
യൂറോപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം യൂറോപ്യൻ യൂണിയന്റെ എല്ലാ രാജ്യത്തും പോയി വർക്ക് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അവിടുന്ന് ട്രെയിൻ ആവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, ബൾഗേറിയയുടെ ക്യാപിറ്റലാണ് സോഫിയ. സോഫിയയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ബൾഗേറിയയിലുള്ളത്. അപ്പോൾ ഈ ക്യാപിറ്റൽ സിറ്റിയിലുള്ള മെഡിക്കൽ കോളേജ് ആണ് ഈ സോഫിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരേ ഒരു കോഴ്സ് ആണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നഴ്സിംഗ് മറ്റെവിടെയും സോഫിയയിലില്ല. അപ്പോൾ ഈ നഴ്സിംഗ് കോഴ്സിന്റെ ഈ നഴ്സിംഗ് കോളേജിന്റെ അണ്ടറിലാണ് അവിടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലെല്ലാം നമുക്ക് ക്ലിനിക്കൽസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ക്ലിനിക്കൽസ് ബൾഗേറിയയിൽ കുറവായിരിക്കും എന്ന് ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയധികം ഹോസ്പിറ്റലും അത്രയധികം കേസുകളും ഉള്ള ഒരു സിറ്റിയാണ്. ഇനി ക്ലിനിക്കൽസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറയുന്നതിന്റെ മുന്നേ, യൂറോപ്പിൽ ബൾഗേറിയയിലാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊസീജിയറുകളും ചെയ്യുന്നത് പേഷ്യൻസിന്റെ ബോഡി തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ തന്നെ സ്കിൽ ലാബുകൾ ഉണ്ടാവും. അതായത് IV നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, പിന്നെ ഡ്രിപ്പ് ഇടുന്നത്, കെനുലേഷൻ ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം സ്കിൽ ലാബിൽ ഒരു പ്ലാസ്റ്റിക് മാനിക് ഉണ്ടാവും, അതിൽ ചെയ്ത് പഠിക്കും. അതിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ പേഷ്യൻസിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നഴ്സിംഗിന് ബൾഗേറിയയിൽ ഉണ്ടാവും. ഇനി നമുക്ക് എന്തൊക്കെ ക്ലിനിക്കൽ പ്രൊസീജിയർ ആണ് പ്രധാനമായിട്ട് ഉണ്ടാവുക എന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ബെഡ് മേക്കിങ്ങും ഹിസ്റ്ററി ടേക്കിങ്ങും വൈറ്റൽ കളക്ഷനും പേഷ്യൻസിന്റെ റിപ്പോർട്ട് ചെയ്യുന്നതും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, പ്രഷർ ചെക്ക് ചെയ്യുക, പേഷ്യൻസിനെ പ്രോപ്പർ ആയിട്ട് ബെഡിൽ അലൈൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പേഷ്യന്റ് അസസ്മെന്റ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, ബേസിക് മെഡിക്കേഷൻസ് അതായത് മരുന്നൊക്കെ കൊടുക്കുന്നത്, ബേസിക് നഴ്സിംഗ് ഡയഗ്നോസിസ് അതായത് നേഴ്സായി നിന്നുകൊണ്ട് നമുക്ക് ചില ഡയഗ്നോസിസ് അതായത് കുറച്ച് ഫൈൻഡിങ്ങുകളൊക്കെ കണ്ടുപിടിക്കാനുണ്ടാവും, ആ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇന്റേണൽ ഡിസീസിന്റെയും തെറാപ്യൂട്ടിക്സിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റിംഗ് ഉണ്ടാവും. ഇനി തേർഡ് സെമസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ സർജറി, ഇന്റേണൽ മെഡിസിൻ, പീഡിയാട്രിക്സ് ഇതുപോലുള്ള വാർഡുകളിലുള്ള പോസ്റ്റിംഗുകൾ ഉണ്ടാവും. ഇനി ഫോർത്ത് സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അനസ്തേഷ്യ ആൻഡ് ഇന്റൻസീവ് കെയർ, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ന്യൂ ബോൺ ഒബ്സർവേഷൻ, CPU പേഷ്യന്റ് മോണിറ്ററിംഗ്, പോസ്റ്റ് സർജിക്കൽ റിക്കവറി, സർജിക്കൽ കെയർ, അതുപോലെ തന്നെ ഗൈനക്കോളജി വാർഡിലുള്ള പോസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും സൈക്കാട്രി, ഇൻഫെക്ഷസ് ഡിസീസസ്, പീഡിയാട്രിക്സ് ഇതുപോലുള്ള വാർഡുകളിലുള്ള പോസ്റ്റിംഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇനി സിക്സ് സെമസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ആൻഡ് ഹോം കെയർ നഴ്സിംഗ്, ക്രോണിക് ഡിസീസസ് കെയർ, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഇതുപോലുള്ളതായിരിക്കും ഉണ്ടാവും. ഇനി സെവൻത്ത് എയ്ത്ത് സെമസ്റ്റർ കംപ്ലീറ്റ്ലി പ്രീ ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പ് ആയിരിക്കും. അതായത് 2 സെമസ്റ്ററുകൾ ഫുള്ള് നമുക്ക് ഇന്റേൺഷിപ്പ് ആയിരിക്കും ഉണ്ടാവും. ഒരു വർഷത്തോളം നമ്മൾ ഫുള്ള് പല ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റിംഗും ട്രെയിനിങ്ങും ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഇന്റേണൽ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, സൈക്കാട്രി, ഇൻഫെക്ഷസ് ഡിസീസസ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ വാർഡ്, പീഡിയാട്രിക് വാർഡ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസസ് ഇങ്ങനെ തുടങ്ങിയ ഒരു ഹോസ്പിറ്റലിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റിംഗും അതുപോലെ തന്നെ ട്രെയിനിങ്ങും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കിട്ടുന്ന അത്രയും തന്നെ ക്ലിനിക്കൽസ് നമുക്ക് ബൾഗേറിയയിലും കിട്ടുന്നുണ്ട്. അതായത് 2010 മണിക്കൂറാണ് ബൾഗേറിയയിലുള്ള തിയറി നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ 6ാമത്തെ സെമസ്റ്ററിന്റെ ഇടയിൽ തന്നെ 1140 മണിക്കൂർ നമുക്ക് ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ട്. പിന്നെ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ മാത്രം അതായത് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് മാത്രം 2133 മണിക്കൂർ നമുക്ക് ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യയുടെ അത്ര തന്നെ ക്ലിനിക്കൽസ് നമുക്ക് ബൾഗേറിയയിലും കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പ്രാക്ടിക്കൽസിന്റെ ക്ലിനിക്കൽസിന്റെ അറ്റൻഡൻസ് നോക്കുന്ന സമയത്ത് ബൾഗേറിയയിൽ ക്ലിനിക്കൽസിന് 100% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് ലീവ് എടുക്കുകയാണെങ്കിൽ പോലും അത് നമ്മൾ റിക്കവർ ചെയ്തെടുക്കൽ നിർബന്ധമാണ്. 100% അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. ഇനി ക്ലിനിക്കൽസ് പറയുന്നെടുക്കാൻ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഭാഷയുടെ കാര്യം. അതായത് നമ്മൾ ബൾഗേറിയയിലാണ് പഠിക്കുന്നത്. ബൾഗേറിയ എന്നല്ല, ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഒരു ക്ലിനിക്കൽ ഓറിയന്റഡ് കോഴ്സ് ആണെങ്കിൽ ഭാഷ വളരെ നിർബന്ധമാണ്. നമ്മൾ ബൾഗേറിയയിൽ പഠിക്കുന്ന സമയത്ത് ബൾഗേറിയൻ നേറ്റീവ്സ് ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ ബൾഗേറിയൻ ആണ്. അവിടെയുള്ള യങ് ആയിട്ടുള്ള പോപ്പുലേഷന് നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവിടെയുള്ള മോസ്റ്റ്ലി ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. അവരെല്ലാവരും ഉപയോഗിക്കുന്ന ബൾഗേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് ഒരു ക്ലിനിക്കൽ ഓറിയന്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭാഷ അറിഞ്ഞിരിക്കലും നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനോട് ചോദിച്ചിട്ട് വേണം അവരുടെ കണ്ടീഷൻസും കാര്യങ്ങളും മനസ്സിലാക്കാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് വേണം അവർക്ക് ക്ലിനിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ നഴ്സിംഗ് പ്രൊസീജിയർ ഒക്കെ കൊടുക്കാനും. പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലിനിക്കൽസ് കിട്ടാൻ ഭാഷ നിർബന്ധമാണ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ തന്നെ ബൾഗേറിയൻ പഠിക്കാനുണ്ട്. എന്നാലും അതിന്റെ പുറമെ നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. നമുക്ക് ആ രാജ്യത്തുള്ള ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലിനിക്കൽസ് കിട്ടും. കാരണം എന്താ വെച്ചാൽ നോർമലി ഉള്ള ക്ലാസ്സിൽ നടക്കുന്ന ക്ലിനിക്കൽസ് അല്ലാതെ നമുക്ക് അല്ലാത്ത സമയത്തൊക്കെ എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ എടുത്തിട്ട് അവിടെ പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പാർട്ട് ടൈമിന്റെ സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് ഭാഷ അറിയാവുന്നുണ്ടെങ്കിൽ ഒരു അസിസ്റ്റന്റ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോലും ബൾഗേറിയയിൽ പറ്റും. അത് ഞാൻ പാർട്ട് ടൈമിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ യൂറോപ്പിലൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ഭാഷയൊക്കെ പഠിക്കേണ്ടത്. യൂറോപ്പിൽ മാത്രമല്ല, നമ്മളിപ്പോ കേരളം വിട്ട് ഇപ്പൊ ബാംഗ്ലൂർ പഠിക്കുകയാണ്. ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോസ്റ്റിംഗ് കിട്ടുന്നതെങ്കിൽ അവിടുത്തെ സാധാരണക്കാർക്ക് അറിയുന്ന ഭാഷ കന്നഡ ഭാഷയാണ്. നമ്മളവിടെ പോയിട്ട് മലയാളമോ ഇംഗ്ലീഷോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർക്ക് മനസ്സിലാവില്ല.
അപ്പോൾ അവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കന്നഡ ഭാഷ പഠിക്കണം. അപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മലയാളം പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷും ഇന്ത്യയിൽ എവിടെയും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ബാംഗ്ലൂരൊക്കെ നോക്കുന്ന സമയത്ത് ഈ ടൂറിസ്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് അറിയുന്നത്. ബാക്കി സാധാരണക്കാർ മുഴുവൻ സംസാരിക്കുന്ന കന്നഡയല്ലേ. അപ്പോൾ കന്നഡ പഠിക്കാണ്ട് നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള നഴ്സിംഗ് ട്രെയിനിങ് കിട്ടൂല. അപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ ശരി, യൂറോപ്പിലാണെങ്കിൽ ശരി, ഭാഷ പഠിക്കൽ നിർബന്ധമാണ് നഴ്സിംഗിന്. ഇനി ബൾഗേറിയൻ ഭാഷയെ കുറിച്ച് പറയുന്ന സമയത്ത് ബൾഗേറിയൻ ഭാഷ ഓൾമോസ്റ്റ് സിമിലർ ടു റഷ്യൻ ആണ്. പല വാക്കുകളും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പിന്നെ ലിറ്ററേച്ചർ നോക്കുന്ന സമയത്ത്, അതായത് എഴുതുന്ന എഴുത്ത് ഭാഷ നോക്കുന്ന സമയത്ത് അത് സിറിലിക് ആൽഫബറ്റ് ആണ്. അതായത് റഷ്യയുടെ സെയിം ആൽഫബറ്റ് തന്നെയാണ് ബൾഗേറിയക്കും. ഇവിടെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ല, വെറുതെ യൂറോപ്പ് കാണാനാണെങ്കിൽ ഒരിക്കലും സോഫിയയിൽ നഴ്സിംഗ് എടുത്ത് പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കണം, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. അതല്ല നിങ്ങൾക്കൊന്ന് യൂറോപ്പ് കാണാനാണെങ്കിൽ ഒരുപാട് വേറെയും കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. അതെടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ചില്ല് ചെയ്ത് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ഇട്ട് പഠിക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ്. അത് ഇന്ത്യയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. ഇനി നമ്മൾ സോഫിയയിൽ എക്സാംസ് നോക്കുന്ന സമയത്ത് സോഫിയയിൽ കൊളോക്യംസും സെമസ്റ്റർ എക്സാംസും ഉണ്ടാവും. കൊളോക്യം എന്ന് പറഞ്ഞാൽ ഇന്റർണൽ എക്സാമുള്ള എക്സാമുകളാണ്. സാധാരണ സെമസ്റ്റർ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ എക്സാമും അതുപോലെ തന്നെ ഓറൽ എക്സാമും ഉണ്ടാവും. ഇനി സോഫിയ യൂണിവേഴ്സിറ്റിയിലുള്ള നഴ്സിംഗിന്റെ ഫീസ് നോക്കുന്ന സമയത്ത് 5000 യൂറോ ആണ് ഒരു വർഷത്തെ നഴ്സിംഗിന്റെ ഫീസ്. അതായത് ഏകദേശം 5,35,000 രൂപ ഇന്ത്യൻ റുപ്പീസിൽ ഇന്നത്തെ കണക്കനുസരിച്ച്. സോഫിയ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഫീസ് 2 സെമസ്റ്റർ ആയിട്ട് പേ ചെയ്യാൻ പറ്റും. അതായത് 5000 എന്നുള്ള 2500 ഫസ്റ്റ് സെമസ്റ്ററിലും 2500 സെക്കൻഡ് സെമസ്റ്ററിലായിട്ട് പേ ചെയ്യാൻ പറ്റും. ഇനി ഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രധാന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിംഗ് എക്സ്പെൻസ് ആണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ സോഫിയ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ അക്കോമഡേഷന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. ഒരു 2 BHK അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 600 മുതൽ 700 യൂറോ വരെയൊക്കെ വരുന്നുണ്ട്. അതായത് ഒരാൾക്ക് ഏകദേശം 300 to 350 യൂറോ അപ്പാർട്ട്മെന്റിന് മാത്രം വരാറുണ്ട്. ഞാൻ ഈ അപ്പാർട്ട്മെന്റിന്റെ റെന്റ് പറഞ്ഞത് എക്സാക്ട് എമൗണ്ട് അല്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് കൂടാനും കുറയാനുള്ള സാധ്യത ഉണ്ട്. ഇനി അപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളത്, ബൾഗേറിയയിൽ ഇപ്പോൾ 2 BHK അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിന് $600 to $700 ആണെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിൽ 2 റൂം ആണെങ്കിൽ 2 പേർക്ക് നിൽക്കാൻ പറ്റും. അതായത് ഒരു റൂമിൽ ഒരാളാണ് നിൽക്കുക. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയും കംഫർട്ടൊക്കെ നമുക്ക് അവിടെ ഉണ്ടാവും. ഇനി യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഉണ്ടോ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഉണ്ട്. പക്ഷേ പൊതുവെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആരും ഹോസ്റ്റൽ അങ്ങനെ നിൽക്കാറില്ല. ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് റെന്റ് ഭയങ്കര കുറവാണ്. ഇനി നമ്മൾ ഫുഡ് നോക്കുന്ന സമയത്ത് ബൾഗേറിയയിൽ ഇന്ത്യൻ ഹോട്ടൽസ് ഉണ്ട്. പക്ഷേ ആ ഹോട്ടൽസിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് കുട്ടികൾ ആരും അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറില്ല. സാധാരണ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ ലവാഷ്, നമ്മുടെ നാട്ടിലെ ഷവർമയില്ലേ, ഷവർമയുള്ള ലവാഷ്, അതേപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ, ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടും. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കുട്ടികൾ കഴിക്കാറുള്ളത്. പിന്നെ അതന്നെ ഒക്കേഷനലി വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 2 വീക്സിൽ വൺസ് ഒക്കെയാണ് കഴിക്കാറുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സമയത്തും കുട്ടികൾ എല്ലാവരും സെൽഫ് കുക്കിംഗ് ആണ്. അതായത് അപ്പാർട്ട്മെന്റിൽ തന്നെ കുക്ക് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. ചിക്കന്, അതേപോലെ തന്നെ പച്ചക്കറികൾ, ഇതെല്ലാം അവിടെ വാങ്ങാൻ കിട്ടും. പോകുന്ന സമയത്ത് സാധാരണ കുട്ടികൾ ഈ പ്രഷർ കുക്കറും അതേപോലെ തന്നെ നാട്ടിലുള്ള അരിയും അതേപോലെ തന്നെ കുറച്ച് മസാലാസൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും. ഇത് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സെൽഫ് കുക്ക് ചെയ്തിട്ടാണ് കുട്ടികൾ നിൽക്കാറുള്ളത്. കാരണം പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എക്സ്പെൻസീവ് ആണ്, നമ്മളെ ബഡ്ജറ്റിൽ ഒന്നും നിൽക്കുന്ന കാര്യമായിരിക്കില്ല. ഇനി ഇതല്ലാതെ നമുക്ക് ബൾഗേറിയയിൽ ഇയർലി വരുന്ന അടുത്തൊരു എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ വിസ റിന്യൂവൽ ആണ്. അതായത് നമുക്ക് ബൾഗേറിയൻ കാർഡ് ഉണ്ട്, ബൾഗേറിയൻ ID. ഈ ബൾഗേറിയൻ ID നമ്മൾ ഓരോ വർഷവും റിന്യൂ ചെയ്യണം. അതിന് ഏകദേശം 15,000 രൂപ, അതായത് 150 യൂറോന്റെ അടുത്ത് നമുക്ക് എക്സ്പെൻസ് വരാറുണ്ട്. പിന്നെ നമ്മൾ ഓരോ വർഷവും പോയി വരുന്ന ഫ്ലൈറ്റ് ആണ്. 2 മാസം വെക്കേഷൻ ഉണ്ടാവുമല്ലോ, അതിന് പോയി വരുന്ന ഫ്ലൈറ്റ് ആണ്, ഫ്ലൈറ്റ് എക്സ്പെൻസ് ആണ്. പക്ഷേ ഈ 2 മാസം വെക്കേഷൻ എല്ലാ വർഷവും കുട്ടികൾ വരാറില്ല. കാരണം ഈ 2 മാസം വെക്കേഷൻ എന്ന് പറയുന്നത് സമ്മർ ടൈമിൽ, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലാണ് ഉണ്ടാവുക. ഇത് ബൾഗേറിയയിലുള്ള സമ്മർ ടൈമാണ്. ഈ സമ്മർ ടൈമിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ബൾഗേറിയയിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് പാർട്ട് ടൈമുകൾ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ പാർട്ട് ടൈമിന്റെ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് പാർട്ട് ടൈം ചെയ്യുന്നതുകൊണ്ട് എല്ലാ കുട്ടികളും എല്ലാ വർഷവും പോകാറില്ല. അപ്പോൾ നിങ്ങൾ പോയി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലൈറ്റ് എക്സ്പെൻസും ഇതിന്റെ എക്സ്പെൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ബൾഗേറിയയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുള്ള സ്ഥലത്തേക്ക് നമുക്ക് മെട്രോ ഇല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ബസ്സിനാണ് സാധാരണ പോകാറുള്ളത്. 1 to 9 ബസ് ഉണ്ട്. ബസ്സല്ലാതെ മെട്രോയും ട്രാമുകളും സോഫിയയിലുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എന്താ വെച്ചാൽ മെട്രോയിലും ട്രാമിലും പോകാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സ് ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണ് സോഫിയയിൽ അധികം ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇനഫാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട്, സോഫിയയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് വെൽ കണക്റ്റഡ് ആണ്. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഡിസ്റ്റൻസിൽ നമുക്ക് ബസ്സുകൾ കിട്ടാനുണ്ട്, അതേപോലെ തന്നെ ട്രാം കിട്ടാനുണ്ട്, മെട്രോ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് മോസ്റ്റ് ഓഫ് ദ കുട്ടികൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു മാസത്തേക്ക് 7.5 യൂറോ ആണ്. ഓൾമോസ്റ്റ് 750 രൂപയാണ് ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് ഉണ്ടാവുക. ആ കാർഡ് നമ്മൾ റീചാർജ് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്കത് ടാപ്പ് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ പോകുന്ന സമയത്ത്, അതായത് സ്റ്റുഡന്റ് അല്ലാതെ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ വിസ കാർഡ് ബസ്സിലും മെട്രോയിലൊക്കെ ടാപ്പ് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് മാക്സിമം പോകുന്നത് 2 യൂറോ ആണ്. 200 രൂപ
പോകുമ്പോൾ കൂടുതൽ ഒരു ദിവസം പോകില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം എത്ര പ്രാവശ്യം ടാപ്പ് ചെയ്താലും ശരി, നമ്മൾ രാത്രി 12 മണിയാകുമ്പോഴാണ് ഒരു സെറ്റിൽമെന്റ് എടുക്കുക. അതിപ്പോൾ നമ്മളൊരു 20 പ്രാവശ്യം അല്ലെങ്കിൽ 30 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ബസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ശരി, ആ €2 മാത്രമേ എടുക്കുള്ളൂ. മാക്സിമം €2, മിനിമം പിന്നെ അത് കുറഞ്ഞു വരും. 1-2 പ്രാവശ്യം ഒക്കെ ആണെങ്കിൽ €1-1.5 അതിൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ടാക്സി നോക്കുകയാണെങ്കിൽ ബൾഗേറിയയിൽ നല്ല വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ടാക്സി സർവീസ് ഉണ്ട്. ടാക്സിമി എന്ന് പറഞ്ഞ ആപ്പാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അവിടെ. നമ്മൾ ആ ടാക്സിമീൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോകാറുള്ളത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ടാക്സിമി എടുത്തിട്ട് ടാക്സിമിയിലാണ് പോകാറുള്ളത്. എന്നാലും കുട്ടികൾ ആരും അധികം ടാക്സി എടുക്കാറില്ല, ഫുള്ളി മെട്രോ അല്ലെങ്കിൽ ബസ്സാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്, അതുപോലെ തന്നെ വെൽ കണക്റ്റഡും ആണ്. ഇത് നമ്മൾ പാർട്ട് ടൈം നോക്കുന്ന സമയത്ത് നമ്മളുള്ളത് സോഫിയയിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാർട്ട് ടൈം കിട്ടുന്ന ഒരു സ്ഥലമാണ് സോഫിയ. സോഫിയയിൽ പാർട്ട് ടൈം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതായത് jobs.bgയും അതേപോലെ ഇങ്ങനെയുള്ള കുറേ സർവീസുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പാർട്ട് ടൈമിന് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ അല്ലാതെ തന്നെ നമുക്ക് ഷോപ്പുകളിലും മാളുകളിലൊക്കെ ചോദിച്ചാൽ തന്നെ പാർട്ട് ടൈം കിട്ടാണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ഫുഡ് ചെയിനുകൾ, അതായത് KFC, മെക്ഡൊണാൾഡ്സ് ഇതുപോലുള്ള ഫുഡ് ചെയിനുകൾ, അതുപോലെ തന്നെ ഡെലിവറി സർവീസുകളിലൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജോബിന് കയറാനും പറ്റും. ഒരാഴ്ചയിൽ 20 മണിക്കൂറാണ് നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുക. ഈ ഹോളിഡേയ്സിൽ ഒരു 20 മണിക്കൂറും കൂടെ ചെയ്യാൻ പറ്റും. അതായത് ശനി ഞായറൊക്കെ നമുക്ക് ഒരു 20 മണിക്കൂറും കൂടെ ഒരു 40 മണിക്കൂറോളം നമുക്ക് ഏകദേശം സോഫിയയിൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. ഒരു മണിക്കൂറിന് 7 to 8 ലെവ, അതായത് ഓൾമോസ്റ്റ് 3.5 to 4 യൂറോ ആണ് ഉണ്ടാവുക. നാട്ടിലെ ഏകദേശം 350 to 400 രൂപ ഒരു മണിക്കൂറിന്. സാധാരണ നമുക്ക് ഒരു സെമസ്റ്ററിനേക്കുള്ള സ്കെഡ്യൂൾ ആ സെമസ്റ്ററിന്റെ തുടക്കത്തിൽ തരും. ആ സ്കെഡ്യൂൾ വെച്ചിട്ടാണ് കുട്ടികൾ പാർട്ട് ടൈം പ്ലാൻ ചെയ്യാറുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 2 months നമുക്ക് സമ്മർ വെക്കേഷൻ ഉണ്ടാവും. ഈ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് അവിടെ നിന്ന് പാർട്ട് ടൈം ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ അത്യാവശ്യം സമ്മറിൽ നല്ല ചൂടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് യൂറോപ്പ് യൂണിയൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഈ ചൂട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾഗേറിയയിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ ഈ വിൻ്ററിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ കഫ്തീരിയകളും അതുപോലെ തന്നെ ഫുഡ് ഷോപ്പുകളെല്ലാം കംപ്ലീറ്റ് കാലിയായിരിക്കും. അതേസമയത്ത് സമ്മറിൽ ടൂറിസ്റ്റുകൾ അടിച്ചൊഴുകുന്നതുകൊണ്ട് സമ്മറിൽ ഹോട്ടലുകളിലും കഫ്തീരിയകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ആ സമയത്ത് എന്താ വെച്ചാൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുണ്ടാവും. എന്നാൽ വിൻ്ററിൽ തീരെ ആളുകളുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു സിനാരി വരുന്ന സമയത്ത് വിൻ്ററിൽ ആളില്ലാത്ത സമയത്ത് എംപ്ലോയീസിനെ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സമ്മറിൽ വരുന്ന സമയത്ത് ഹയർ ചെയ്യാനും ഈ ഒരു കഫ്തീരിയൊക്കെ പറ്റൂല. അപ്പോൾ അവർ ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മറിന്റെ സമയത്ത് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ പഠിക്കുന്നത്, അവരെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ സമ്മർ സമയത്ത് സാലറി നല്ല രീതിയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഈ സമ്മർ സമയത്ത് അവിടെ നിന്നിട്ട് നല്ല രീതിയിൽ അവരുടെ പാർട്ട് ടൈമിനുള്ള ഏർണിങ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ നോർമൽ ഡേയ്സിൽ ക്ലാസിന്റെ ടൈമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മാസത്തേക്ക് നമുക്ക് കിട്ടാം 500 to 700 യൂറോന്റെ അടുത്താണ്. ഇനി അതല്ല വെക്കേഷൻ സമയത്ത്, അതായത് ഈ 2 months വെക്കേഷന്റെ സമയത്ത് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഓൾമോസ്റ്റ് 1800 to 2000 യൂറോ വരെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി അതല്ല, നമുക്ക് നല്ല രീതിയിൽ ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൾഗേറിയയിലുള്ള ഹോസ്പിറ്റലിൽ തന്നെ പല ഹോസ്പിറ്റലുകളിൽ നമുക്ക് അസിസ്റ്റന്റ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും വിത്ത് സ്റ്റൈഫൻഡ്. ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 400 to 800 യൂറോന്റെ അടുത്ത് സാലറി വാങ്ങിക്കൊണ്ട് ഒരു നേഴ്സ് ആയിട്ട് അസിസ്റ്റന്റ് നേഴ്സ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടതൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ നല്ല രീതിയിൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഞാൻ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ അറിഞ്ഞുകൊണ്ട് നമുക്ക് പാർട്ട് ടൈം ചെയ്യാനും പറ്റും, അതിൻ്റെ കൂടെ തന്നെ ആ കൂടുതൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും പറ്റും. പിന്നെ സോഫിയയിലാണെങ്കിൽ കൂടി നമ്മൾ ബൾഗേറിയയിൽ എത്തി നമ്മുടെ ബൾഗേറിയൻ ID റെഡി ആയി കഴിഞ്ഞാലേ നമുക്ക് പാർട്ട് ടൈമിന് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തി ബൾഗേറിയൻ ID ഒക്കെ റെഡിയായി ഒരു പാർട്ട് ടൈം ഒക്കെ കണ്ടുപിടിച്ച് സെറ്റിൽ ആവുന്നത് വരെയുള്ള സമയത്തേക്കുള്ള നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ കാണണം. ഇനി നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കരിയർ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ബൾഗേറിയയിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ആദ്യത്തെ ഓപ്ഷനും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ബൾഗേറിയയിൽ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സോഫിയ യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ തന്നെ അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്, 2025 തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് ബൾഗേറിയയിൽ ഒരുപാട് നഴ്സുമാരുടെ വേക്കൻസീസ് ഉണ്ട്, ഒരുപാട് നഴ്സുമാർ ആവശ്യമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബൾഗേറിയയിൽ തന്നെ നല്ലൊരു കരിയർ ഉണ്ട്. നമുക്ക് ബൾഗേറിയയിൽ വർക്ക് ചെയ്യാനുള്ള ഏക ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ബൾഗേറിയൻ ലാംഗ്വേജ് ആണ്. ബൾഗേറിയയിൽ നിന്ന് നമുക്ക് 4 വർഷത്തോടെ പഠിക്കുന്നുണ്ട്. ഈ 4 വർഷത്തിന്റെ ഇടയ്ക്ക് ഭാഷ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് നമുക്ക് ഭാഷ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ബൾഗേറിയൻ പറയാൻ പറ്റുന്നുണ്ട്. നല്ലൊരു നഴ്സിംഗ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് അറിയാവുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ബൾഗേറിയയിൽ ഒരു ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. ബൾഗേറിയയിൽ പഠിച്ച് ബൾഗേറിയയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് എക്സാമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഫ്രഷർ നേഴ്സായിട്ട് ബൾഗേറിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 1200 to 1800 യൂറോ ആണ് അപ്രോക്സിമേറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് ഇന്ത്യൻ റുപ്പീസ് നോക്കുന്ന സമയത്ത് 1,30,000 മുതൽ ഏകദേശം 1,90,000 2 ലക്ഷം രൂപ വരെ നമുക്ക് സാലറി ഉണ്ട്. നമ്മൾ ഇന്ത്യ കമ്പയർ ചെയ്യുന്ന സമയത്ത് വേ ബെറ്റർ ആണ്. ഇന്ത്യയിൽ 25,000 മുതൽ 30,000 വരെയാണ് മാക്സിമം കിട്ടുക. അവിടുത്തെ ചെലവ് കഴിഞ്ഞാൽ പോലും നമുക്ക് നല്ലൊരു പൈസ മാറ്റി വെക്കാൻ ബൾഗേറിയയിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ജോബ് കിട്ടാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ ഭാഷയ്ക്ക് വേണ്ടി എഫേർട്ട് ഇടാനും പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഇത് നല്ലൊരു കരിയർ ഓപ്ഷനാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും, ഓക്കെ നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ജോലി കണ്ടെത്താൻ കുറച്ച് സമയം വേണ്ടേ, ഇതിന്റെ ഈ സമയത്ത് എങ്ങനെ ബൾഗേറിയയിൽ നിൽക്കുന്നുള്ളൂ. കാരണം ഗ്രാജുവേറ്റ് ചെയ്ത് നമ്മളെ വിസയൊക്കെ കഴിയൂലേ എന്നുള്ളത്. അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയയിൽ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മാസത്തേക്കുള്ള ജോബ് സീക്കർ വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മാസം നമുക്ക് അവിടെ സ്റ്റേ ബാക്ക് കിട്ടും. ഈ 9 മാസത്തിനുള്ള സ്റ്റേ ബാക്കിന്റെ സമയത്തേക്ക് നമുക്ക് നല്ലൊരു
നല്ലൊരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നല്ലൊരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് കയറാൻ പറ്റിയാൽ മതി. അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ബൾഗേറിയൻ ഐ ഡി അവർ റിന്യൂ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു നഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ 9 മാസം സമയമുണ്ട്. ഈ 9 മാസത്തിനുള്ളിൽ ബൾഗേറിയയിലോ അല്ലെങ്കിൽ യൂറോപ്പ് യൂണിയനിലോ മറ്റെവിടെയെങ്കിലും ഒരു ജോലി കണ്ടെത്തിയാൽ മതി. ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കരിയർ ഓപ്ഷനും കൂടെ നമുക്ക് ബൾഗേറിയയിലുണ്ട്. ഇപ്പോൾ 9 മാസം എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി 9 മാസം മാത്രമൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ 2-3 മാസം എക്സ്ട്രാ കിട്ടുമായിരിക്കും ഈ ഒരു വിസ. പ്ലസ് 9 മാസം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് കുട്ടികൾക്ക് ഒരു വർഷത്തിന്റെ അടുത്തൊക്കെ കിട്ടാറുണ്ട്. ഇനി ബൾഗേറിയയിൽ പഠിക്കുന്ന കുട്ടികളുടെ രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കനിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക, അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഇറ്റലി ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓസ്ട്രിയ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മൾ അവരുടെ ഭാഷ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ വരെ പഠിച്ചിരിക്കണം. ഓസ്ട്രേലിയയിലേക്കാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം. അതല്ല ഇറ്റലിയിലേക്കാണെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ്. ഇങ്ങനെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തേക്ക് പോകാൻ പറ്റും. ആ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്നൊക്കെ പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഡിഗ്രി ഇക്വേറ്റ് ചെയ്യും. അതായത് നമ്മൾ ഇന്ത്യയിൽ പഠിച്ച ഡിഗ്രിയും ജർമ്മനിയിലുള്ള BSc ഡിഗ്രിയും BSc നഴ്സിംഗ് ഡിഗ്രിയും കൂടി ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാ സബ്ജക്റ്റുകളും ജർമ്മനിയിൽ പഠിപ്പിക്കുന്ന ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടോ നോക്കും. അതിലെന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്കൊരു ക്വാളിറ്റി അസസ്മെന്റ് ടെസ്റ്റ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോളജ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ടാണ് ജർമ്മനിലേക്ക് പോകാൻ പറ്റുക. ബൾഗേറിയയിൽ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ ECTS യൂറോപ്യൻ യൂണിയന്റെ സ്റ്റാൻഡേർഡ്സിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജർമ്മനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് പോകാം. അതല്ലാതെ യൂറോപ്യൻ യൂണിയന്റെ ഏത് രാജ്യത്തേക്കും അവരുടെ ലാംഗ്വേജ് എക്സാം പഠിച്ചിട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ ഒരു ഏത് രാജ്യത്തേക്ക് പോകണമെങ്കിലും അവരുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ടാവും, അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ബൾഗേറിയയിൽ പഠിച്ച് ഇന്ത്യയിൽ തിരിച്ചു വന്ന് വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ബൾഗേറിയ എന്നല്ല, ലോകത്ത് എവിടെ പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്തും പ്രൊസീജിയർ സെയിം ആണ്. ഞാൻ INC കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്ത് നമ്മൾ പഠിച്ച ഡിഗ്രിയും ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന BSc നഴ്സിംഗ്, അതായത് INCയുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള BSc നഴ്സിംഗ് ഡിഗ്രിയും ഇക്വേറ്റ് ചെയ്ത് നോക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ നഴ്സിംഗ് എന്താണ്, യൂറോപ്പിയൻ നഴ്സിംഗ് എന്താണെന്നുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഡിഗ്രിയും ഇന്ത്യയുടെ ഡിഗ്രിയും കൂടി ഇക്വേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇന്ത്യയിൽ BSc നഴ്സിംഗിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ ഇന്ത്യയിൽ എത്ര മണിക്കൂറാണോ ക്ലിനിക്കൽസ് ഉള്ളത് അത്രയും മണിക്കൂർ തന്നെ നമ്മൾ ആ രാജ്യത്ത് ക്ലിനിക്കൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ഇൻ കേസ് നമ്മൾ ക്ലിനിക്കൽസ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ത്യയിൽ കോമ്പൻസേറ്റ് ചെയ്താൽ മതിയാവും. ഈ ഒരു പ്രോസസ്സിന് പറയുന്നത് ശരിക്കും ഇക്വലൻസി എന്നാണ്, നഴ്സിംഗ് ഇക്വലൻസി എന്നാണ്. ഈ നഴ്സിംഗ് ഇക്വലൻസി പ്രൊസീജിയറിൽ നമുക്ക് ക്ലിനിക്കൽസ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കോമ്പൻസേറ്റ് ചെയ്താൽ മതിയാവും. പക്ഷേ ബൾഗേറിയ നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം ക്ലിനിക്കൽ ഹവേഴ്സ് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി ഈ ഇക്വലൻസി പ്രോസസ്സിൽ ഓരോ ഫയലുകളും ഓരോ കുട്ടിയെയും നഴ്സിംഗ് കൗൺസിൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നോക്കുന്നത്. അതായത് കേസ് ബൈ കേസ്, സ്റ്റുഡൻറ് ബൈ സ്റ്റുഡൻ്റ് ആണ് നോക്കുന്നത്. ആ സമയത്ത് ചില സ്റ്റുഡൻസിന് നോളജ് ടെസ്റ്റ് വേണം അല്ലെങ്കിൽ എക്സാം വേണമെന്നുണ്ടെങ്കിൽ അവർ എക്സാം കണ്ടക്ട് ചെയ്യും. അതല്ല ഇന്റർവ്യൂ മതി എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അതല്ല ഡയറക്റ്റ് റിക്കഗ്നൈസേഷൻ കൊടുക്കാം എന്നുള്ളതാണെങ്കിൽ അങ്ങനെയായിരിക്കും ചെയ്യാം. ഇത് ആ ഒരു കേസ് ബൈ കേസ്, സ്റ്റുഡൻറ് ബൈ സ്റ്റുഡൻ്റ് ആയിരിക്കും INC ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ ബൾഗേറിയ പഠിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ട കുട്ടികളാണെങ്കിൽ നമുക്ക് +2 ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകളിൽ 45% മാർക്കോട് കൂടെ നമ്മൾ പാസ്സായിരിക്കണം. ഇനി നമ്മൾ ബൾഗേറിയയിൽ പഠിച്ചിട്ട് US പോകാനാണെങ്കിൽ നമുക്ക് N+R എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. N+R എക്സാം ക്ലിയർ ചെയ്യുക. US ഏത് സ്റ്റേറ്റിലേക്കാണോ പോകുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ ക്ലിയർ ചെയ്യുക. എന്നിട്ട് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ UK പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ UK ഈ സർട്ടിഫിക്കറ്റ് ഇക്വലൻസിൽ ECTS ബെനിഫിറ്റ് ഉണ്ട്. എന്നാൽ പോലും NMCയുടെ അതായത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ഓഫ് UKയുടെ ഒരു CBT, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് NMCയുടെ രജിസ്ട്രേഷൻ എടുത്ത് UK പോകാൻ പറ്റും. അപ്പോൾ ഈ N+R ക്ലിയർ ചെയ്താലും ശരി, NMC ക്ലിയർ ചെയ്താലും ശരി, രണ്ടിന്റെയും എക്സാം ക്ലിയർ ചെയ്താൽ നമുക്ക് അവിടത്തേക്കുള്ള രജിസ്ട്രേഷൻ ആണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ജോബ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ജോബ് കിട്ടിയിട്ടാണ് നമ്മൾ UK US ഒക്കെ പോകുന്നത്. ഇനി നമ്മൾ ബൾഗേറിയയിൽ പഠിച്ചിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് പോകണം, മിഡിൽ ഈസ്റ്റിലേക്ക് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് മിഡിൽ ഈസ്റ്റിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും എക്സ്പീരിയൻസ് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ, അവരുടെ എക്സാംസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൾഗേറിയയിൽ പഠിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ബൾഗേറിയൻ ലാംഗ്വേജ് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 വർഷം ബൾഗേറിയയിൽ വർക്ക് ചെയ്തതിന് ശേഷം ദുബായിലേക്കാണ്, ദുബായിയുടെ DH എക്സാം എഴുതിയിട്ട് അല്ലെങ്കിൽ ഏതാണോ രാജ്യത്ത് പോകുന്ന അവരുടെ ഹെൽത്ത് അതോറിറ്റിന്റെ എക്സാം എഴുതിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും ഈ ബൾഗേറിയൻ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഇനി നമുക്ക് പറയാനുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്ന സമയത്ത് എത്ര സമയം കൊണ്ട് നമ്മൾ ചെലവാക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ROI. യൂറോപ്പിൽ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിൽ ഏറ്റവും നല്ലോണം പാർട്ട് ടൈം കിട്ടുന്ന സ്ഥലം ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പഠിക്കാമെന്ന് വരിക്കാം. 5000 euro ആണ് ഫീസ്. ഇൻറ്റു 4 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 20,000 euro, അതായത് 22 ലക്ഷം രൂപ ഫീസ് വന്നു. പ്ലസ് പോകുന്ന സമയത്തുള്ള ഇനീഷ്യൽ എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു 25 ലക്ഷം രൂപ വന്നു എന്ന് വരിക്കാം. അപ്പോൾ 25 ലക്ഷം രൂപ ടോട്ടൽ എക്സ്പെൻസ് വന്നു. പ്ലസ് അതിൻ്റെ കൂടെ ലിവിങ് എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ സിറ്റിയിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഏറ്റവും പാർട്ട് ടൈം
അവൈലബിൾ ആയിട്ടുള്ള സിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫീസ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിവിങ് എക്സ്പെൻസ് സാധാരണ കുട്ടികൾ പാർട്ട് ടൈം ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ലിവിങ് എക്സ്പെൻസ് നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. 25 ലക്ഷം രൂപ നഴ്സിംഗിൻ്റെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ മോസ്റ്റ്ലി ലിവിങ് എക്സ്പെൻസ് എല്ലാം കുട്ടികൾ പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. ചില കുട്ടികളൊക്കെ ഫീസ് വരെ പാർട്ട് ടൈം ചെയ്തിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിപ്പും അതുപോലെ തന്നെ പാർട്ട് ടൈം സ്കെഡ്യൂൾ ചെയ്തൊക്കെ കൊണ്ടുവന്ന കുട്ടികൾ. പിന്നെ അതുപോലെ തന്നെ ഈ വെക്കേഷന് 2 മാസം ഉണ്ട് സമയം. ആ സമയത്ത് നമ്മൾ പാർട്ട് ടൈമിൻ്റെ സമയത്ത് പറയാം, ആ സമയത്ത് ഫുള്ളൊക്കെ പാർട്ട് ടൈം ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഫീസ് വരെ അവിടെ നടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവരുടെ ഫീസും അതേപോലെ തന്നെ പോകുന്ന സമയത്തുള്ള എക്സ്പെൻസ് ഏകദേശം 25 ലക്ഷം രൂപ വന്നു. ലിവിങ് എക്സ്പെൻസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലിവിങ് എക്സ്പെൻസിൻ്റെ പകുതി നമ്മൾ പാർട്ട് ടൈം ചെയ്തിട്ട് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. കാരണം പ്രോപ്പറായിട്ട് എടുക്കണം, പകുതി പാർട്ട് ടൈം ഉണ്ടാക്കുന്നു, പകുതി നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാകുന്ന സമയത്ത് 500 യൂറോൻ്റെ ഏകദേശം 250 യൂറോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 25,000 രൂപ ഒരു മാസം നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇൻറ്റു 10 മാസം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ. 4 വർഷത്തേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപ. അപ്പോൾ 10 ലക്ഷം രൂപ എന്ത് ചെയ്തു, ലിവിങ് എക്സ്പെൻസും. അപ്പോൾ 25 ലക്ഷം രൂപ നമ്മളെ ഫീസും പോകുന്ന എക്സ്പെൻസും പ്ലസ് 10 ലക്ഷം രൂപ ലിവിങ് എക്സ്പെൻസും, അതായത് 35 ലക്ഷം രൂപ ടോട്ടൽ. അപ്പോൾ ഇങ്ങനെ 35 ലക്ഷം രൂപയ്ക്ക് നമ്മൾ യൂറോപ്പിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 1200 to 1500 യൂറോ ആണ്. അതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 1200 യൂറോ എടുക്കാം. അപ്പോൾ അത് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ 1,30,000 രൂപ വരും. അപ്പോൾ 1,30,000 രൂപയിൽ നിന്ന് നമുക്ക് ഏകദേശം 50,000 രൂപ പഠിക്കുന്ന സമയത്തുള്ള അതേ എക്സ്പെൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്തും വരുന്നതായിരിക്കാം. 1,30,000 സാലറി കിട്ടി, അതിൽ നിന്ന് 50,000 എക്സ്പെൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 80,000 രൂപയാണ് ഒരു മാസം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചിലവാക്കിയ 35 ലക്ഷം ഡിവൈഡഡ് ബൈ നമുക്ക് മാസം മാറ്റി വെക്കാൻ പറ്റുന്ന 80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43 മാസം. യൂറോപ്പിൽ പഠിക്കുന്ന സമയത്ത് യൂറോപ്പിൽ കുറച്ച് പൈസ കൂടുതലായി കൊടുത്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ശരി, 43 മാസം കൊണ്ട് നമുക്ക് ആ പൈസ റിട്ടേൺ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുന്നത് ഇതേ യൂറോപ്യൻ കൺട്രിയിലാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് മറ്റ് ബെറ്റർ ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രിയിലേക്കാണ് പോകുക. അപ്പോൾ ഈ സാലറി പിന്നെയും ഡബിളോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൾഗേറിയയിൽ സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുക. ഇനി നിങ്ങൾക്ക് ബൾഗേറിയയിൽ സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി.